നമസ്തേ. അപ്പം ഒരു ചെറിയ ചിക്ക് പിന്നെ ഇന്ന് പോയി വന്നു കേട്ടോ. പോയി വന്നു. ഫയലെടുത്തുണ്ടായില്ലേ, മറന്നുപോയി. അപ്പം ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടുവന്നു. സർട്ടിഫിക്കറ്റ് കേട്ടോ, ആധാറിൻ്റെത് പോയിട്ടില്ല, അതിനെ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ 4:15 വരെ സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വന്നു. പക്ഷേ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്, വേറൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അന്നപ്പം അത് കാരണം വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു. പിന്നെ ബസ്സൊക്കെ കയറി വരുമ്പോഴത്തേന് 5 മണി വരെ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. നാളെ പോവും. പിന്നെ കുറച്ച് നേരമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. ഇന്ന് ഊണുണ്ടായില്ല. വരുമ്പോൾ ഒരു പപ്സ് വാങ്ങി, 3 പപ്സ് വാങ്ങി. ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. മോള് കഴിച്ചോണ്ടിരിക്കുക. അത് കഴിച്ചു. പിന്നെ ചോക്കോ ബാർ വാങ്ങി, അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തന്നെ. ഇന്ന് നമുക്കൊരു ആഗ്രഹങ്ങളെ പറ്റി പറഞ്ഞാലോ. എത്രയോ കാലത്തെ ഒരാഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ കയ്യിലാക്കണമെന്ന്. കയ്യിലാക്കിയിട്ടോ. ആഗ്രഹം നടക്കാഞ്ഞിട്ടൊന്നുമല്ല, നടന്ന ആഗ്രഹം തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കിട്ടൂല എന്ന് തോന്നുന്ന അത് നമ്മൾ ഫൈറ്റ് ചെയ്ത് വാങ്ങിയെടുക്കുന്നത്, അതൊരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലേ അല്ലേ? ചിലവർക്ക് സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളും കൊണ്ടടക്കും. ചിലർ ശ്രമിച്ചാൽ സാധിക്കുന്ന ആഗ്രഹമായിരിക്കും അല്ലേ? എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ, ശ്രമിച്ചാൽ പറ്റുണ്ടാവും. അല്ല, എല്ലാം നമുക്ക് ആഗ്രഹം തന്നെയാണ്. വീട് വേണമെന്ന് ആഗ്രഹമാണ്, പിന്നെ എന്താ പറയുക, നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹമാണ്. ഒക്കെ ആഗ്രഹം തന്നെയാണ്, അതിന് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും, ഔട്ട് ഓഫ് കൺട്രി അല്ലേ, വിസിറ്റ് ചെയ്യണമെന്ന്. ഓരോ എന്താ പറയുക, ദുബായ്, പിന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോകണം എന്നുള്ള താല്പര്യം ഉണ്ടാവും അല്ലേ? എനിക്ക് അതിനോടൊന്നും വലിയ പ്രിയമില്ല. എനിക്ക് പ്രിയം എന്താ വെച്ചാൽ നമ്മളെ ഇന്ത്യ ഫുള്ളായിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ജനിച്ചിട്ട് കേരളത്തിൽ ഒരു കോഴിക്കോട് ജില്ലയിൽ അതിൻ്റെ ഒരു ഇട്ടാവട്ടത്ത് പാലത്ത് ജീവിച്ച് മരിച്ച് പോണേനേക്കാളും നല്ലത് ഇന്ത്യ എന്ന നമ്മുടെ ഭാരതം സംസ്കാരം കൊണ്ടും കലാചാരങ്ങൾ കൊണ്ടും എന്താ പറയുക ഒക്കെ കൊണ്ടും ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പം ഫുള്ളായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങ് എന്താ പറയുക, കാശി രാമേശ്വരം തൊട്ട്, അല്ല കാശിയല്ലേ, അല്ല കൈലാസം അത് തൊട്ട് നമ്മളെ കന്യാകുമാരി വരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കൈലാസം തന്നെയല്ലേ, ഉപ്പർ ആണാണ്. ആ ഒരാഗ്രഹമുള്ളൂ കേട്ടോ, നടക്കുമായിരിക്കും. പിന്നെ നിങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹമല്ലേ, അത് കോമൺ ആയിട്ടുള്ളതാണ്. വീടില്ലാത്തവർക്ക് വീട് വേണം എന്നുള്ള ആഗ്രഹം, ജോലി ഇല്ലാത്തവർക്ക് ജോലി വേണം എന്നുള്ള ആഗ്രഹം, വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം. അതൊക്കെ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ളവർ ആഗ്രഹിക്കുന്ന ആഗ്രഹം തന്നെയാണ് അല്ലേ. അല്ലാണ്ടുള്ള ആഗ്രഹങ്ങളുണ്ടല്ലേ, അങ്ങനത്തെ ആഗ്രഹം ഉണ്ടോ? പറ്റണവർ കമൻറ്റ് ഇടേണ്ടിട്ടോ. ഒന്നുമില്ല, കാക്കാലോ. എന്തിനാ എന്നോടൊക്കെ ഇതൊക്കെ പറയേണ്ട ആവശ്യം? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? പറയണ്ട. എൻ്റെ മോള് നോക്കാം. അപ്പം ചുമ്മാ പറഞ്ഞിടീന്ന് കേൾക്കാലോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ആശ്വസിക്കാലോ, നമുക്കതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്നു. എല്ലാവർക്കും എല്ലാവരും ആഗ്രഹം സാധിക്കും കേട്ടോ. ആഗ്രഹം ഇല്ലാണ്ട് എന്ത് ജീവിതമല്ലേ? ആഗ്രഹമാണ് മുന്നോട്ട് ഓരോരോ ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫ് എനർജറ്റിക് ആക്കുന്നത് അല്ലേ. ഓരോരോ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പിരിറ്റായിരിക്കും. ഇപ്പോൾ ഒരു ലക്ഷ്യം എനിക്കുണ്ട്, അതിങ്ങനെ നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു ജോലീൻ്റെ കൂടെ തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത വിദ്യാഭ്യാസം കൂടി വേണമെന്ന്. പകുതി നിന്ന് പോയ വിദ്യാഭ്യാസമാണ്, അതിനെ പൊടി തട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരാഗ്രഹമുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ആഗ്രഹങ്ങൾ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹം? പറയണം കേട്ടോ. പറയാൻ പറ്റുന്നവരൊക്കെ പറയണം കേട്ടോ. ആഗ്രഹങ്ങളൊന്നുമില്ല, നമുക്ക് പറഞ്ഞിട്ടെങ്കിലും ഷെയർ ഇടാമല്ലോ. പിന്നെന്താ, ഇന്ന് ഇത്രയൊക്കെ മതിയല്ലേ. ഒന്നാമത് വെയിലത്ത് നടന്നതിനെ കൊണ്ട് നീർദോഷം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ജലദോഷം, തൊണ്ടയ്ക്ക് കിച്ച് കിച്ച് അങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രോബ്ലം ഉണ്ട്. അതിന് പോരാണ്ട് ഞാൻ പുറത്തു നിന്നൊരു ഫാലുദ കഴിച്ചു, ഞാനും ഏട്ടനും കൂടി. മോള് നോക്കുക. ഓരോരോ ദിവസം കൊണ്ടുപോയിട്ട് വാങ്ങിച്ചു കൊടുത്തേനു കേട്ടോ. അന്ന് ഞാനിങ്ങനെ നോക്കിയൊക്കെയായിരുന്നു ചെയ്തത്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഇന്ന് ചായ കുടിച്ചേ. അച്ഛനല്ലേ കഴിച്ചേ, ഞാൻ ഇവിടെ പറഞ്ഞതാ. അവിൽ മിൽക്ക് കഴിച്ചില്ലേനോ ഒന്ന്, ഞാനന്ന് കഴിച്ചില്ല. അന്ന് എനിക്ക് ശ്വാസം മുട്ടും ഇതൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനങ്ങനെ തണുപ്പൊന്നും കഴിച്ചില്ല. ഇന്ന് ഞാൻ വേണ്ടോണം കഴിച്ച്, പോരാത്തതിന് ഞാൻ വാങ്ങിയും പോരുന്നുണ്ട്. എന്താവോ എന്തോ അറിയൂല. ഇതൊക്കെ അല്ലേ ഒരു സന്തോഷമല്ലേ. എനിക്ക് പുറത്തുനിന്ന് ഒരു ഐസിൻ്റെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങും. ഇവർക്ക് വാങ്ങി പോകുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച, ഇവർക്ക് വാങ്ങാൻ എന്തെങ്കിലും കയ്യിൽ പൈസ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഇതാക്കുകയാണെങ്കിൽ എനിക്ക് ആ ഭാഗത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്യൂല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ നിൽക്കില്ല. പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഫാലൂദ അല്ലെങ്കിലും ചോക്കോബാർ വാങ്ങിപ്പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബോറടിച്ചോ? നല്ലൊരു ടോപ്പിക്കുമായിട്ട് നാളെ വരാം കേട്ടോ. ഇന്ന് വെറും അലച്ചിലും പിച്ചിലും ഒക്കെ തന്നെയായിരുന്നു. ഓക്കെ, ബൈ.